സുവിശേഷം ഫലമേൽപ്പിക്കുവാൻ യോഗ്യരെന്ന് ദൈവം നിശ്ചയിച്ചതനുസരിച്ചാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ. വാസ്തവത്തിലൊരു അൽമായ സുവിശേഷ പ്രഘോഷകൻ്റെ യോഗ്യത എന്താണ്? ഒരു യോഗ്യതയേ ഉള്ളൂ. തനിക്ക് യാതൊരു വിധത്തിലുമുള്ള യോഗ്യതകളും ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഒരൽമായൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അത്തരത്തിൽ ധാരാളം പോരായ്മകളും ശാരീരികമായ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിൻ്റെ എല്ലാ നടുവിലും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ വളരെ തീക്ഷ്ണതയോടെ കഴിഞ്ഞ 10-30 വർഷക്കാലത്തിലധികമായി കാഞ്ഞിരപ്പള്ളി രൂപതയിലും സഭയുടെ എല്ലാ തലങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്ന അൽമായ സഹോദരൻ ബ്രദർ സാജൻ നെല്ലിമലമറ്റം ബ്രദറെ, ഷെക്കന ടെലിവിഷൻ്റെ തീപിടിച്ചവരുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബ്രദറിൻ്റെ ശുശ്രൂഷ മേഖലകൾ പ്രധാനമായിട്ടും ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്? ഞാൻ 93 നവീകരണത്തിലേക്ക് വരുന്നത്. 93 നവീകരണത്തിലേക്ക് വരുന്ന ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഒരു നിരീശ്വരവാദിയായി മാറാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ച ആളാണ്. 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ച ഒരാളാണ് പിന്നീട് നിരീശ്വരവാദത്തിലേക്ക് പോയത്. അതെ. അതിൻ്റെ കാരണം എന്താ? ഞാൻ 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചു. അൾത്താരവാരനാണ്, മിഷലിങ്ങിൻ്റെ സജീവ പ്രവർത്തനമാണ്, യൂദീയത്തിയുടെ പ്രവർത്തകനായിരുന്നു. അതായത് ചെറുപ്പം മുതലേ വേദോപദേശത്തിലും ഭക്തസംഘടനകളിലും പള്ളിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ എങ്ങനെയാണ് പിന്നീട് ഒരു നിരീശ്വരവാദത്തിലേക്ക് അതിലേക്ക് ആകർഷിക്കപ്പെട്ടത്? എങ്ങനെയാണ്? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുന്ന ഒരാൾക്ക് ഞാൻ നിരീശ്വരവാദിയല്ല. പള്ളിപ്പോക്കൊക്കെ ഉണ്ട്. പള്ളിപ്പോക്കുണ്ട്. ചുറ്റുപാടുമുള്ള പല മനുഷ്യരുടെയും കഷ്ടതകളും എൻ്റെ ജീവിതത്തിലുണ്ടായ ചില വേദനകളും എൻ്റെ കുടുംബത്തിലുണ്ടായ ചില തകർച്ചകളും ഒക്കെ ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ എന്നൊരു ചോദ്യം എന്നിലുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ആ കാലയളവിൽ കിട്ടിയായിരുന്നു? ആ കാലയളവിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വിശ്വാസത്തിൻ്റെ പേരിലല്ല. വീട്ടുകാരെയും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, നമുക്ക് നമ്മുടെ ഒരു ഇമേജിന് വേണ്ടി മാത്രമാണ് പള്ളിയിൽ പോയിരുന്നതും അല്ലെങ്കിൽ പലപ്പോഴെങ്കിലുമൊക്കെ കൂറാശകൾ സ്വീകരിച്ചിരുന്നത്. അതൊരു വിശ്വാസത്തോടെ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപിടി ചോദ്യങ്ങൾ, ദൈവം എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഈ 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചപ്പോൾ അതിനൊരു കൃത്യമായ മറുപടി കിട്ടിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു വ്യക്തമായ മറുപടി എനിക്ക് കിട്ടിയില്ല. കാരണം കൊച്ചുനാളിൽ വേദപാഠം പഠിച്ചു, നല്ല വിശ്വാസിയായിരുന്നു. അതായത് കാണാതെ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിലുണ്ടായിരുന്നു. അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഈശോ രക്ഷകനാണെന്നും ഏകരക്ഷകനാണെന്നുമുള്ള ആ സത്യമൊന്നും നമുക്ക് ഈ 12ാം ക്ലാസ് വരെയുള്ള വേദപഠനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു ബോധ്യതലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ പാഠപുസ്തകം പഠിച്ചു, ഒരു അനുഭവം ഉണ്ടായില്ല. അതായത് ബുദ്ധി വൈകാരികതയുണ്ടായി, അനുഭവമായില്ലത്. അതൊരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വന്നില്ല. അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോയിരുന്നു? ഏതാണ്ട് ഒരു 5 വർഷക്കാലം, ഒരു 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുക. നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു ശൈലി, കുറേ വിദ്യാർത്ഥി രാഷ്ട്രീയം, കുറേ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ യുവതി പോലുള്ള സംഘടനകൾ, മറ്റു കാര്യങ്ങൾ, പൊതുകാര്യങ്ങൾ, ഒരു ചെറുപ്പത്തിൻ്റെ ആ ഒരു രീതിയിലങ്ങ് പോയി. ആ കാലഘട്ടത്തിൽ വിശ്വാസം, യേശുവുണ്ട്, മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ പട്ടികയിൽ ഒരാളാണ്. അതായത് ദൈവം പല വിധത്തിൽ അവതരിച്ചു. അതിൽ ഒരു അവതാരമാണ് യേശുക്രിസ്തു. അതിലൊരു അവതാരത്തിന് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. ഒരവതാരത്തിന് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. മറ്റവതാരങ്ങളൊക്കെ മറ്റുള്ളവരെ നിഗ്രഹിച്ചു. ഈ അവതാരം കൊല്ലപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്നു. ഉയർത്തെഴുന്നേറ്റു. അതിലപ്പുറത്തേക്കൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ ഒരു
സജീവത്വത്തിലേക്ക് വരിക. അതായത് 90കളുടെ തുടക്കത്തിൽ. അപ്പോൾ ഞങ്ങളുടെ ഇടവയിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അന്ന് അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നവർ. ചെറുപ്പക്കാരും ഇല്ല. അപ്പോൾ ഇവരെ നമ്മൾ കളിയാക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന 1-2 പേര് എന്നോട് പറയും, മോനെ നീ ഒരു ധ്യാനം കൂടണം. അപ്പോൾ ഞാനതിൽ ചേട്ടനോട് പറഞ്ഞു, ഇനി ഈ ഒരു കാര്യം എന്നോട് പറയരുത്. ഏത് ധ്യാനം കൂടുന്ന കാര്യം എന്നോട് പറയരുത്. അപ്പോൾ ഇടയ്ക്കാണ് എൻ്റെ ജീവിതത്തിൽ ചില സങ്കീർണതകളുണ്ടാകും. എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്, എപ്പോഴും അവൾ പറയായിരുന്നു, ധ്യാനം കൂടണം, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഇതല്ലാത്ത ഒരു പദ്ധതിയുണ്ട്. ആദ്യമായി എന്നോട് ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, നിന്നെക്കുറിച്ച് ദൈവത്തിന് വേറൊരു പദ്ധതിയുണ്ട്. ഈ ശിശുത്തിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. ഈ സഹോദരിയുമായി ഞാൻ ബൈബിളിലെ കാര്യങ്ങൾ നിരന്തരം എങ്ങനെ തർക്കിക്കും. അപ്പോൾ ഞാൻ അറിയുന്നില്ല, ഈ സഹോദരി എനിക്ക് വേണ്ടി കുറേ ദിവസങ്ങൾ ഈ സഹോദരിയും അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ജീവിതത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സിസ്റ്ററും ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രതിസന്ധികളുണ്ട്. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഒരാഴ്ചക്കാലം നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അത്ര വലിയ പ്രതിസന്ധി എന്തായിരുന്നു? കുടുംബപരമായിട്ടല്ല, നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളായിരുന്നു. പഠന സമയത്താണ്. അപ്പോൾ ഞാൻ 20ാമത്തെ വയസ്സിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. ഞാൻ 1-2 കേസിലകപ്പെട്ടു. അപ്പം അതിന് ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അകത്ത് പോകാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കേണ്ടി വന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അകത്ത് പോകാതിരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു, അടുത്ത ആഴ്ചയിലാണെങ്കിൽ ഞാൻ ധ്യാനത്തിന് പോകാം. അപ്പോൾ ധ്യാനത്തിന് പോകുമ്പോൾ എനിക്ക് കുറേ ഡിമാൻഡുകളുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം ശരിയാക്കി തരാം. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടിയും ഈ സിസ്റ്ററും കൂടിയാണ് എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ബ്രദർ ധ്യാനം കൂടാൻ പോയതല്ല, ഒളിവ് താമസിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു വാസ്തവത്തിൽ ഉണ്ടായ അനുഭവം? എന്തായിരുന്നു അവിടെ ചെന്ന്? ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ സഹകരിക്കുന്നില്ല. കാരണം അവിടെ കുറേ കോലാഹലങ്ങൾ നടക്കുന്നു, ബഹളങ്ങൾ നടക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഇവർക്കെല്ലാം വട്ടാണ്, ഒരു മാനസിക വിഭ്രാന്തിയാണ്. അപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കഥയാക്കി നാട്ടിൽ പറയാം എന്നൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. പോയി ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും, ഇരുന്ന് ഉറങ്ങും, വീണ്ടും പോയി ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും, ഉറങ്ങും. അങ്ങനെ തിങ്കളാഴ്ച കടന്നുപോയി. ചൊവ്വാഴ്ച കുമ്പസാരിക്കാൻ പോയി. നമുക്കൊരു കുമ്പസാരത്തിൻ്റെ ഒരു സാധാരണ റൊട്ടീനുണ്ട്. അതനുസരിച്ച് 2-3 ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞ് കുമ്പസാരിച്ച് തിരിച്ചു വന്നു. അപ്പം കുമ്പസാരം കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അതുവരെ വർത്തമാനം പറയുകയും അതുവരെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ മുൻപിൽ കാലിയുള്ള കസരകളിലേക്കൊക്കെ കയറി നമ്മളിപ്പോഴും പുറകെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് വൈകിട്ട് ചായ കുടിച്ച് വരുമ്പോഴാണ് എൻ്റെ അടുത്ത മുൻനിരയിൽ ഒരു ഫാമിലി 4 പേര്, അവരൊരു പുസ്തകമൊക്കെ പിടിച്ച് കൊന്തയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിവരെ കണ്ടപ്പോൾ ചിരി വന്നു. ധ്യാനകേന്ദ്രം കാണുന്നതിന് മുമ്പേ ഇത്രയും മാനസാന്തരം വന്നാൽ തിരിച്ചു പോകുമ്പോഴെന്തായിരിക്കും സ്ഥിതി? അപ്പോൾ എനിക്കിവരോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല, ഇവരുടെ പ്രാർത്ഥന നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചെന്നു. അപ്പോൾ ഒരു ഹിന്ദു ഫാമിലിയാണ്. അപ്പന്, അമ്മ, ഒരു പെൺകുട്ടി, ഒരു ചെറുക്കൊച്ചിന് ഒരു 10 വയസ്സ് പ്രായം കാണും. ആ ചെറുക്കൊച്ചിന് 2 കാലുകൾ തളർന്നതാണ്. ഇവരോട് ഞാൻ ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നേ? അവർ പറഞ്ഞു, ഇവിടെ വരുന്ന അനേകർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് കേട്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ ഇതിന് പറ്റിയ ആൾക്കാരൊന്നുമില്ലേ? നിങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുള്ളതാണല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയുടെ അപ്പം പറഞ്ഞു, ഞങ്ങൾ പൂജകൾ, വഴിപാടുകൾ ധാരാളം നടത്തി, ഫലമുണ്ടായില്ല. എല്ലാവരും ഞങ്ങളുടെ പൈസ തട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ ഞാൻ ആത്മാർത്ഥതയോടെ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദര, അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത്. അവിടെ വേറെ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു, ഇവിടെ മറ്റൊരു രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് രണ്ടും തട്ടിപ്പാണ്. അപ്പം ആളെന്നോട് പറഞ്ഞു, നിങ്ങളൊരു കത്തോലിക്കനല്ലേ, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾ ഭാഗ്യം ലഭിച്ചവരാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൊച്ചിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം നടക്കുന്നില്ല, പിന്നെ അല്ലേ മറ്റൊരാളുടെ കാര്യം നടക്കുന്നത്. അപ്പോൾ ചേട്ടനുള്ള നേരത്തെ വീട്ടിൽ പോയാൽ ചേട്ടന് ജോലിയെങ്കിലും എടുക്കാം. ചേട്ടൻ പറഞ്ഞു വന്നതാണ്, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അത് ചൊവ്വാഴ്ച കഴിഞ്ഞു. ഞാൻ ബുധനാഴ്ച കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിംഗ് ചെല്ലുമ്പോൾ ഒരു 55 വയസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അപ്പൻ്റെ പ്രായം അടുത്തുള്ള ഒരു സഹോദരൻ്റെ അടുത്താണ് കൗൺസിലിംഗ് ഉള്ളത്. അപ്പോൾ കൗൺസിലിംഗ് എന്നൊക്കെ ഒന്നും നമുക്കൊന്നും അറിയില്ല. എങ്കിലും ഇവരോട് എനിക്ക് പുച്ഛമാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നിനും വ്യക്തമായ ഒരു ഉത്തരം തരാൻ ഈ കൗൺസിലർക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ച് കൗൺസിലിംഗ് നടത്തേണ്ട അവസ്ഥ വന്നു. അവസാനം ഈ കൗൺസിലർ എന്നോട് ചോദിച്ചു, മോനെ ഞാനത് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു 1 or 2 പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ എന്തോ വന്ന് വീഴുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണുയർത്തി നോക്കുമ്പോൾ ഈ കൗൺസിലിംഗ് നടത്തിയ ബ്രദറ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വീഴുന്നത്. അതൊരു ഇടുത്തി പോലെ എൻ്റെ തലയിൽ വീണു. എനിക്കെന്തോ അന്നേരം എൻ്റെ മനസ്സിലെന്തോ ഒരു കുലുക്കം. പക്ഷേ നമ്മളത് അംഗീകരിക്കേണ്ട തയ്യാറായില്ല. അത് തിരിച്ചു വന്നു. ബുധനാഴ്ച വൈകിട്ട് ആരാധനയുടെ സമയത്ത് എനിക്ക് ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ഇരിപ്പും ആ കുടുംബത്തിൻ്റെ കണ്ണുനീരും വേദനയൊക്കെ കണ്ടപ്പം എനിക്ക് വല്ലാത്തൊരു വിഷമം. അപ്പോൾ ഞാൻ അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി. അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാവരും പറയുന്നു നീയാണ് ഏകദൈവം, നീ മരിച്ചു ഉയർത്തവനാണ്. ഇവിടെ അനേകർക്ക് സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ, നീ സത്യദൈവമാണെങ്കിൽ, നീ മരിച്ചു ഉയർത്ത ദൈവമാണെങ്കിൽ, ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് എനിക്ക് കാണത്തക്ക രീതിയിൽ ഈ കുഞ്ഞ് നടക്കണം. ആ കൂട്ടത്തിൽ ഞാനൊരു ഓഫർ വെച്ചു. ഓഫർ ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ടുള്ള എൻ്റെ ജീവിതം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നീയാണ്. നീ എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഒറ്റ വ്യവസ്ഥ, ഈ കുഞ്ഞ് നടക്കണം. അപ്പോൾ ഒരിക്കലും ഈ കുഞ്ഞ് നടക്കും എന്നൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. ഞാൻ കരുതിയിരുന്നത് ഈ രോഗം മാറി എന്ന് പറയുന്നവരൊക്കെ പൈസ കൊടുത്ത് സാക്ഷ്യം പറയിക്കുന്നതാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുവരെ കേട്ടിട്ടുള്ളത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധ്യവും അതുതന്നെയായിരുന്നു. ബുധനാഴ്ച കഴിഞ്ഞു, കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. വ്യാഴാഴ്ച കഴിഞ്ഞു, കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. വെള്ളിയാഴ്ച ഉച്ചയായപ്പം എന്നിലെ പരോപകാരി ഇവരോട് പറഞ്ഞു, രോഗശാന്തിയുടെ സകല ശുശ്രൂഷം കഴിഞ്ഞു, ഇനി പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. അത് ഹിന്ദുക്കൾക്കൊന്നും കിട്ടത്തില്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പൊക്കോ. അപ്പോൾ ഈ സഹോദരൻ എന്നോട് വീണ്ടും പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, എവിടെയെങ്കിലും 10 സെൻറ്റ് സ്ഥലം കിട്ടുമെന്ന് നോക്ക്. അന്ന് വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ട്, അന്ന് ബഹുമാനപ്പെട്ട വല്ലൂരാനച്ഛനാണ് ആരാധന ലീഡ് ചെയ്യുന്നത്, ആത്മാഭിഷേക പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകയാണ്. നിലയ്ക്കാത്ത പ്രവാഹം പോലെ ഇങ്ങനെ സ്തുതിപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചുറ്റുപാടും എല്ലാവരും സ്തുതിക്കുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ മുന്നിലുള്ള ഈ ഫാമിലി എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ചെറുക്കൻ കൊച്ചിനെ നോക്കി. അപ്പോൾ ഇവന് ഒരു ഭാവവ്യത്യാസം, ഇവൻ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. ഞാൻ ഇച്ചിരി ഇവൻ്റെ അടുത്തിലേക്ക് ചേർന്ന് നിന്നു. അരികിലേക്ക് ചേർന്ന് ചെന്നപ്പോഴത്തേന് ഈ കൊച്ചു ഭയങ്കരമായിട്ട് ഇങ്ങനെ വിറയ്ക്കുകയാണ്, കയ്യും കാലും എല്ലാം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അപ്പനോടും അമ്മയോടും ദേഷ്യം വന്നു. ഈ കൊച്ചിങ്ങനെ എന്തോ അസ്വസ്ഥപ്പെട്ടിട്ട് അത് ശ്രദ്ധിക്കാതെ ഇവർ എങ്ങോ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കുന്നു. ഈ കൊച്ചിനൊന്ന് പിടിച്ചേക്കാമെന്ന് കരുതി ഞാനിങ്ങനെ കൈയും കൊണ്ട് ചെന്നപ്പോഴാണ് തലേദിവസം ആരാണ്ട് സാക്ഷ്യം പറയുന്നത് കേട്ടത് കരണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലോർത്ത് കൊച്ചിനിട്ട് കരണ്ട് അടിക്കുന്ന സമയമാണെങ്കിൽ എനിക്കിട്ട് ഷോക്ക് അടിച്ചാലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സൈഡിലേക്ക് മാറി നോക്കി നിന്നപ്പോൾ നിക്കറാണ് കുട്ടിയിട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ കാലുകളിലെ ഞരമ്പുകൾ ഇങ്ങനെ നീല നിറത്തിൽ തെളിഞ്ഞ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരീരത്തിലൂടെ രക്തം ഓടുന്നതിൻ്റെ
ഒരു വേദനയായിരുന്നു ഇത്. ഈ ഒരല്പസമയം ഇത് കണ്ടുകൊണ്ടിരുന്നു. കുട്ടി ചാടി എഴുന്നേറ്റു, യേശുവേ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അപ്പം ഞാനറിയാതെ കൈപൊക്കി യേശുവേ എന്നൊന്ന് വിളിച്ചു. ഞാൻ ബോധം കെട്ട് താഴെ വീണു. അത് ശരി. കൊച്ച് സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങി. കൊച്ച് സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയപ്പോൾ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് താഴെ വീണു. ഈ ഉറക്കത്തിൽ, ഞാനൊരു ഉറക്കത്തിലാണോ മയക്കത്തിലാണോ ഏതോ ഒരു അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഞാനിങ്ങനെ ഒരു സ്വരം കേട്ടു. ആ സ്വരം ഇതാണ്: ആര് എനിക്കായി പോകും? പ്രവാചകനോട് ദൈവം ചോദിച്ച ചോദ്യം, ആര് എനിക്കായിട്ട് പോകും? അതിനെന്ത് മറുപടി ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാനൊരു മയക്കത്തിലാണ്. ഞാൻ ഈ മയക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ ഈ കുഞ്ഞ് അൾത്താരയിൽ വഴി നടക്കുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. ഇതായിരുന്നു ശരിക്കും നമ്മുടെ ഒരു ബ്രദറിന്റെ ആദ്യത്തെ ദൈവാനുഭവം എന്ന് പറഞ്ഞ ഇതാണ്. വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം ഇതാണ്. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവിടെ ഒരു ഉത്തരം ഉണ്ടായി. യേശുക്രിസ്തു ജീവിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഒരു വ്യക്തമായ വിശ്വാസാനുഭവം ഉണ്ടായി. ആഴത്തിലുള്ളൊരു അനുഭവം ഉണ്ടായി. പിന്നീട് ഇന്നോളം ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ, മരണ തുല്യമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടും ആ വിശ്വാസത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ആ വിശ്വാസ അനുഭവം നഷ്ടപ്പെടുത്താൻ ദൈവം ഇടയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ര ആഴമേറിയ ഒരു വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഒരു തുടക്കം അങ്ങനെയായിരുന്നു. അതായത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി, തളർന്നു കിടന്ന കുട്ടി, അരക്ക് കീഴ്പോട്ട് തളർന്ന ഒരു കുട്ടി ഈ ആരാധനയുടെ സമയത്ത് എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ബ്രദർ ഈ ശരിക്കും ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വരുന്നത്. അതെ. ഞാൻ വിചാരിച്ചത് ബ്രദർ ഒരു പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അങ്ങനെ ഒരു നല്ല കുഞ്ഞാടായിട്ട് എല്ലാവരുടെയും അരുമയായിട്ട് അങ്ങനെ വളർന്നു വന്ന് ഭക്തസംഘടനകളിലൂടെയൊക്കെ പ്രവർത്തിച്ച് പിന്നീട് സുവിശേഷമൊക്കെ അങ്ങ് പ്രസംഗിച്ച് തുടങ്ങി. അത് സത്യം. പക്ഷേ വാസ്തവത്തിൽ ഒളിവിൽ താമസിക്കാൻ പോയിട്ട് ഉണ്ടായ ഒരു ദൈവാനുഭവമാണ് ഈ സുവിശേഷ വേലയിലേക്ക് തിരിയാനൊക്കെ ഉള്ള ഒരു തുടക്കമാണ്. ഞാൻ ബ്രദർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ നല്ല കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും വീടുകളിൽ അനേകം വൈദികരും സന്യസ്തരും ഉണ്ട്. ഞാൻ പള്ളിയിലെ ഇടവേലൊക്കെ ആണെങ്കിലും വളരെ സജീവമായിരുന്നു. പക്ഷേ ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള സത്യം. അതായത് ഇത്രേ ഉള്ളൂ, യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ടില്ല. യേശുവിനെ രക്ഷകനായിട്ട് ഏകദൈവമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു അത്യാവശ്യം പള്ളിപ്പോക്കും കാര്യങ്ങളും, ഒരു നാമമാത്ര ക്രിസ്ത്യാനി. പക്ഷേ വാസ്തവത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നത് ആ സുവിശേഷം കേട്ടപ്പോഴാണ്. തീർച്ചയായിട്ടും. പിന്നീട് നേരിട്ട് സുവിശേഷ വേലയിലേക്ക് കടന്നു വരുവാണോ ചെയ്തത്, അതോ പിന്നീട് എന്തായിരുന്നു പിന്നീടുള്ള കാലഘട്ടം? പിന്നീട് ഉള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശമായിരുന്നു കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിൻ്റെ ഈ കുട്ടി ഇങ്ങനെ ഷെയിൽ കൂടെ ഓടിച്ചാടി നടക്കുന്നത് കാണുമ്പോൾ ബ്രദറിൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു എന്താ പറയുക, നമ്മുടെ അകത്തൊരു തീ കത്തുമല്ലോ. അത് എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അന്നേരത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ രാത്രി മുഴുവനും കരച്ചിലിൻ്റെ രാത്രിയായിരുന്നു. ആ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ഞാൻ വാവിട്ട് അവിടെ ഇരുന്ന് ഒത്തിരി നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് മുറിയിൽ നമ്മുടെ ഡോമിറ്ററി വന്നിട്ട് ഈ ബെഡിൽ കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞതേ ഓർമ്മയുള്ളൂ. ആ ഒരു കരച്ചിൽ എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ച കാലത്തോളം എനിക്കുണ്ടായിരുന്നു. ശരി. തുടർച്ചയായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു ആ ഒരു കരച്ചിൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ദുർഭഗമായ അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായി അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ, അതായത് നമ്മൾ എത്രയോ ഭാഗ്യവാനായ മനുഷ്യനായിരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഭാഗ്യം ചെയ്ത മനുഷ്യനായിരിക്കേണ്ടതായിരുന്നു. നമ്മൾ ഈ ദൈവനിഷേധത്തിൻ്റെ കുറേ കാലഘട്ടങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇത് തിരിച്ചറിയാൻ എത്ര വൈകിപ്പോയി. ആ സ്നേഹം, കരച്ചിലിൻ്റെ നിമിഷങ്ങളിലെല്ലാം വലിയ ദൈവസ്നേഹത്തിൻ്റെ ഒരു നിറവ്. അതെങ്ങനെയായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്? അത് നമുക്ക് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമേ എന്നൊരു വിചാരം ഉണ്ടാകുമ്പോൾ, ഈശോയെന്നൊരു വിചാരം ഉണ്ടാകുമ്പോൾ, ബൈബിള് തുറക്കുമ്പോൾ
നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കരച്ചിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മനസ്സിൽ വല്ലാത്തൊരു കുളിർമ, ഒരു ദൈവിക സ്വരം ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നു. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു വരുന്ന ഒരനുഭവം ഉണ്ടായി. പിന്നീട് എങ്ങനെയാണ് ബ്രദറെ ഈ സുവിശേഷ വേലയിലേക്കൊക്കെ തിരിയാനുള്ള കാരണം? ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് മുതൽ തന്നെ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങി. സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ പോലും സുവിശേഷ വേലയിലേക്ക് തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഞാൻ ഓരോരുത്തരെ ധ്യാനത്തിനായിട്ട്, ആൾക്കാരെ ധ്യാനത്തിന് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ അന്ന് കാഞ്ഞിരപ്പള്ളിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ പഠനം അവസാനിപ്പിക്കും. അതെന്താ അങ്ങനെ പഠനം അവസാനിപ്പിക്കാനുള്ള കാരണം ഇതാണ്. എൻ്റെ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ എല്ലാം കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. അതുകൊണ്ട് പഠനം അവസാനിപ്പിച്ചതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ആ സാഹചര്യത്തിലേക്ക് വീണ്ടും ചെന്നാൽ എനിക്ക് ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെടുമെന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ പഴയത് എല്ലാം ഉപേക്ഷിക്കണമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അപ്പോൾ പഴയ ബന്ധങ്ങളോട് ഞാൻ വിട പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളോട്, പഴയ ബന്ധങ്ങളോട്. ഇപ്പം പലപ്പോഴും നമ്മൾ സിനിമയ്ക്ക് പോകുന്നൊരു ബന്ധമുണ്ടായിരുന്നു, മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ബന്ധങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഉണ്ടായിരുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സ് അവിടെ അവസാനിപ്പിച്ചു. ആ കോഴ്സ് അവസാനിപ്പിച്ചു. കഴിവുള്ളത്ര ആളുകളെ ധ്യാനത്തിന് ഇടവേളിലേക്ക് പറഞ്ഞു വിടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ചെന്നു. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ അപ്പൻ്റെ പ്രായമുള്ളവർ, അമ്മയുടെ പ്രായമുള്ളവർ, എൻ്റെ വല്യമ്മ അടക്കമുള്ളവർ ഒക്കെയാണ് ഈ കൂട്ടായ്മയിലുള്ളത്. യുവാക്കളാരുമില്ല. ഏറ്റവും കുറഞ്ഞ പ്രായക്കാർ 45 വയസ്സിന് മുകളിലേക്കുള്ളവർ, 40-45 വയസ്സിന് മുകളിലേക്കുള്ളവർ കൂട്ടായ്മയിലുള്ളൂ. അവിടെ ഒരു 25കാരൻ ചെല്ലുന്നു. 20 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നീടൊരു വഴിത്തിരിവുണ്ടായി. ആ വഴിത്തിരിവ് എനിക്ക് ബൈബിൾ പഠിക്കാൻ ഭയങ്കര ആർത്തിയായിരുന്നു. വചനം അറിയാവുന്നവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ നമ്മുടെ സമപ്രായക്കാരോടും അന്ന് ഈ ബൈബിളിലെ കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ പോലെ ഇന്നിപ്പം നമ്മുടെ ചുറ്റുപാട് അനേകം ശുശ്രൂഷകർ നമുക്ക് ലഭ്യമാണ്. അന്നങ്ങനെ ശുശ്രൂഷകർ നമുക്ക് ലഭ്യ അല്ല. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അതിലുപരി അദ്ദേഹം ഈ യഹോവ സാക്ഷികളുടെ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ബൈബിള് മുഴുവൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് ഭയങ്കര ഒരു ബഹുമാനം തോന്നും. കാരണം എന്നെക്കാളും 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സൊക്കെ കൂടുതൽ പ്രായമില്ല, ബൈബിള് മുഴുവൻ ഇങ്ങനെ അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഇദ്ദേഹത്തോട് ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം ബൈബിളിൽ നിന്ന് ഓരോ പാസേജ് തരാൻ തുടങ്ങി. ഞാനിത് വായിച്ചു വന്നപ്പോൾ എനിക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ മരിയഭക്തി ഇല്ലാണ്ടായി. ഈ കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഒരാൾ കത്തോലിക്ക വിശ്വാസമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ യഹോവ സാക്ഷികളുടെ അങ്ങനെയുള്ള വിശ്വാസിയുടെ അടുത്തേക്ക് പോയി ബൈബിൾ പഠിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ ഇടയിൽ നമുക്കങ്ങനെ പഠിപ്പിക്കാനുള്ള നമ്മുടെ സഭാ സംവിധാനങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നുകൊണ്ടാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സമീപസ്ഥരായ വ്യക്തികളില്ല എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു സംശയം ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിവുള്ളവരില്ല. ജ്ഞാനമുള്ളവരിൽ ഇന്നിപ്പോൾ നമുക്ക് ശുശ്രൂഷകർ ധാരാളം ഉണ്ട്. ഒരിടവേൽ ഒരു ശുശ്രൂഷകനെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ സഭയിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാവും. അന്ന് നമുക്കാണെങ്കിൽ പോലും അച്ഛന്മാരെയൊക്കെ സമീപിക്കാൻ തന്നെ നമുക്കൊരു ഭയമാണ് ഈ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ബൈബിൾ അറിയാവുന്നവരുടെ, അതായത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് കടന്നു ചെന്നപ്പം ആരിൽ നിന്ന് കിട്ടിയാലും സ്വീകരിക്കും. നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു യഹോവസാക്ഷിക്കാരൻ പറഞ്ഞ അനുസരിച്ചുള്ള ബൈബിൾ ഭാഗങ്ങൾ പഠിച്ചു വന്നപ്പോൾ നമ്മളൊരു യഹോവസാക്ഷിക്കാരനായി. മരിയഭക്തി ജീവിതത്തിൽ നിന്ന് പാടയില്ലാണ്ടായി. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരുന്ന ആ ജപമാല ഭക്തിയും മറ്റ് പ്രാർത്ഥനകളും അതൊക്കെ വേണ്ടെന്ന് വെച്ചു. അത് വെച്ചു. പിന്നെ ഏകദൈവം, ക്രിസ്തു മധ്യസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ധ്യാനം കൂടി ഒരു 6 മാസത്തിനുള്ളിലെ കാര്യം ഞാൻ പറയാം. എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ വീണ്ടും പഴയ ജീവിതശൈലിയിലേക്ക് പോകുന്നു. അതായത് നമുക്ക് കിട്ടിയ ദൈവാനുഭവം മങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നഷ്ടപ്പെടുന്നു. വീട്ടിലാണെങ്കിലും ജപമാലയ്ക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് വേണ്ടാത്ത കാര്യമാണ്.
കൂട്ടായ്മയിൽ നമ്മൾ ചെല്ലുമ്പോഴും ഇത് കഴിയുമ്പോഴേ ചെല്ലാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരു ദൈവാനുഭവം ഉണ്ടായ അതിതാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. അമ്മയുടെ സംരക്ഷണയിൽ ഈ കുഞ്ഞ് വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞ് അമ്മയിൽ നിന്ന് അകന്നു മാറുകയാണ്. അമ്മയിൽ നിന്ന് അകന്നു മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കുഞ്ഞ് അതിന് ശോഷിച്ച് അതൊരു മൃദുപ്രാണൻ്റെ കണക്കായി ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. ഇതൊരു ദർശനമായിരുന്നു. ഓക്കെ ബ്രദറെ, നമുക്ക് വീണ്ടും ആ കത്തോലിക്ക വിശ്വാസത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നതിൻ്റെ ആ അനുഭവകഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. ഇപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബ്രദറിൻ്റെ ജീവിത അനുഭവങ്ങൾ ഇപ്പോൾ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ വരുന്ന ചില അപകടങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതേക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകളും ഒക്കെ നമുക്ക് ബ്രദറിൻ്റെ അനുഭവങ്ങളിലൂടെ കിട്ടുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.